കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ക്ലർക്ക് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത്? കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത് ആരാണ്? ആൻസർ ബി ആണ്, ടി സുനന്ദാമ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വന്ദേമാതരം ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉറുദു പത്രം. എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ എ, ജോൺ ലോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൺ യാറ്റ് സെന്നിന്റെ തത്വങ്ങൾ ഏവ? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം, സ്വാതന്ത്ര്യം. ആൻസർ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയാണ്. അപ്പം സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, UN-ൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? ആൻസർ ഡി, 193. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത്? ആൻസർ എ, നാങ്കിങ് ഉടമ്പടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്സ് ഇങ്ങനെയും അറിയപ്പെടുന്നു. ആൻസർ എ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത്? സൂര്യനും ഭൂമിയും അടുത്തടുത്തായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ്? ആൻസർ ഡി, ആർദ്രത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ സി, ഹൈദരാബാദ്. ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ആൻസർ ബി ആണ്, കാക്കിനന്ദ, പുതുച്ചേരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ്? ആൻസർ ഡി, 66.5 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് NSSO നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത്? ആൻസർ സി, ദേശീയ കുടുംബാരോഗ്യ സർവേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉദാരവൽക്കരണ നയത്തിൻ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ? ആൻസർ ബി, വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? ആൻസർ സി, 3-ാം പഞ്ചവത്സര പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏത്? ആൻസർ സി ആണ്, മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത്? ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളത് ഇത് നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ പെടാത്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 2ാമത്തെ വലിയ ബാങ്കായി മാറിയത്? ആൻസർ ഡി, ബാങ്ക് ഓഫ് ബറോഡ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത്?
ആൻസർ എ, ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ സി, ആ രാജ്യത്തിന്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്ര മേഖല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താൻ ആവാത്തത്? ആൻസർ ബി, ജനാധിപത്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽപ്പെടുന്നത് ഏതൊക്കെ? ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ എന്താണ്? ഗവൺമെന്റിനെ വിമർശിക്കുവാനുള്ള അവകാശമുണ്ട്. പിന്നെ എന്താണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏതു വിഭാഗത്തിൽ പെടുന്നു? ആൻസർ ബി, കാര്യനിർവഹണ വിഭാഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? തെറ്റായ വസ്തുതയാണ് ചോദിക്കുന്നത്. അതായത് രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല എന്നുള്ളത് തെറ്റാണ്. പിന്നെ എന്താണ്? രാജ്യസഭാംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് തെറ്റാണ്. പിന്നെന്താണ്? രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ് എന്നുള്ളതും തെറ്റാണ്. അപ്പൊ ഏതാണ്? സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെന്റിൽ ഏതു വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത്? ആൻസർ ബി, സഹമന്ത്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് AJ ദേശായി ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് ഇത്. ജില്ലാ കോടതികളും കീഴ്ക്കോടതികളും മേൽനോട്ടം വഹിക്കുന്നത് സുപ്രീം കോടതിയാണ്. ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ സി ആണ്. അതായത് ജസ്റ്റിസ് ഹരിലാൽ ജെ ഖനിയ ആയിരുന്നു സുപ്രീം കോടതി ആദ്യ ചീഫ് ജസ്റ്റിസ് എന്നുള്ളതും പിന്നെന്താണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് ഇത് എന്നുള്ളതും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണ്? അത് നമ്മൾ ഡെലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളല്ല, PSC-കാരിൽ ഡെലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് പറയാം. താഴെ പറയുന്നവയിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? ആൻസർ ഡി ആണ്, ജനനി ജന്മ രക്ഷ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കല്ലൻ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏതു മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത്? ആൻസർ ബി, കണ്ടൽ കാടുകളുടെ സംരക്ഷണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആരാണ്? ആൻസർ ഡി, ശ്രീ പിണറായി വിജയൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധമില്ലാത്ത വസ്തുതകൾ ഏതെല്ലാം? 18 വയസ്സ് തികഞ്ഞ സ്ത്രീ പുരുഷന്മാർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കാളികളാകാം. ഗ്രാമീണ മേഖലയിലെ വിദഗ്ധ തൊഴിലാളികളെയാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്. പിന്നെന്താണ്? ഗ്രാമീണ മേഖലയിൽ തൊഴിൽ ലഭ്യമല്ലെങ്കിൽ അടിസ്ഥാന തൊഴിലില്ലായ്മ ആനുകൂല്യം നൽകേണ്ടതില്ല. ഒരു സാമ്പത്തിക വർഷത്ത് 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്നു. ഇതും ഡെലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തെളിനീരൊഴുക്കും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത്? ആൻസർ ബി, സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യ വിമുക്തമാക്കാൻ.
ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിന്റെ ലോഗോയോടൊപ്പം ആണ് കാണുന്നത്? കുടുംബശ്രീ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തുള്ള നില നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇത് ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്? ആൻസർ ബി, പാർക്കിൻസൺസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ തൊഴിൽജന്യ രോഗം അല്ലാത്തത്? ആൻസർ ബി, സോറിയാസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെ? ആൻസർ സി ആണ്, മോണോസൈറ്റ് ന്യൂട്രോഫിൽ. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകമേത്? ആൻസർ ഡി, നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ഥൂല ധാതുക്കൾ ഏതെല്ലാം? കാൽസ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടിയെ സംരക്ഷിക്കുവാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി? ആൻസർ സി, സ്നേഹപൂർവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ്? ആൻസർ ബി, അറ്റ്പാടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി WHO 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസിന്റെ കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? ആൻസർ സി ആണ്, NIIMH ഹൈദരാബാദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം? ആൻസർ സി, വിസരണം. ലോ ഓഫ് ഇനേഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടന്റെ ചലന നിയമം ഏത്? ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമാണ് ലോ ഓഫ് ഇനേഷ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം എന്ത്? ആൻസർ സി, പാസ്കൽസ് നിയമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏത്? വന്ദേ ഭാരത് എക്സ്പ്രസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പേര്? വിക്രം. നെക്സ്റ്റ്, ആധുനിക ആവർത്തന പട്ടികയിലെ ആറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേര് എന്ത്? ഓഗനൈസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർത്താണ് അക്വാ റീജിയ ലഭിക്കുന്നത്? 1HNO3 3HCl. അങ്ങനെയാണ് അക്വാ റീജിയ ലഭിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശാസ്ത്രജ്ഞരും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. ഹെൻറി മോസ്ലി, മെന്റലിയഫ്, ന്യൂലാൻസ്, ഡൊബ്രൈനർ.
അതായത് ഇത് എന്താണ്, ഹെൻറി മോസ്ലി ആണ് ആറ്റോമിക നമ്പർ അല്ലേ. പിന്നെ മെൻഡലിയഫ് ആരാണ്, ആറ്റോമിക മാസ്. ന്യൂലാൻഡ്സ് ആരാണ്, അഷ്ടക നിയമം. ഡോബ്രൈനർ എന്താണ്, ത്രികങ്ങൾ. അപ്പോ ഡി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏത്? ആൻസർ സി, ക്രോമിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത്? ബോയിൽ നിയമം അനുസരിക്കാത്തത്. ആൻസർ ഡി ആണ്. പിന്നെ താഴെ നൽകിയിരിക്കുന്നതിൽ നിന്ന് എസ് കെ പൊറ്റക്കാടിന്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏത്? ആൻസർ എ, വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എന്റെ വഴിയമ്പലങ്ങൾ. ഋഷ്യശൃംഗനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത്? ആൻസർ സി, വയലോപ്പള്ളി ശ്രീധരമേനോൻ. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കാൻ താണ്ടിയ ദൂരം? ആൻസർ ബി, 87.58 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവൽ? ആൻസർ ബി, അണ്ടിൽ ഓഗസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ? ആൻസർ സി, ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. ഈ വരികൾ രചിച്ച കവി ആര്? ആൻസർ എ, അയ്യപ്പ പണിക്കർ. രചയിതാക്കളെയും രചനകളെയും ചേരുംപടി ചേർക്കുക. രാമപുരത്തു വാര്യർ. രാമപുരത്തു വാര്യര് നമുക്ക് എല്ലാവർക്കും അറിയാലേ. എന്താണ് രാമപുരത്തു വാര്യര്? കുചേലവൃത്തം, വഞ്ചിപ്പാട്ടാണ്. പിന്നെ കുഞ്ചൻ നമ്പ്യാര്, സുഭാഷ് ചന്ദ്രൻ, കാളിദാസൻ. ഇതിനൊക്കെ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞത്. 1 എന്തായാലും സി ആണെന്ന് അറിയാം. അപ്പൊ പിന്നെ ഇനി എയും ബിയും ആണോ എന്ന് നോക്കിയാൽ മതി. എ ആണോ ബി ആണോ എന്ന് നോക്കിയാൽ മതി. അപ്പൊ എന്താണ് ഇനി കുഞ്ചൻ നമ്പ്യാര് എന്താ വരിക? ഘോഷയാത്ര കുഞ്ചൻ നമ്പ്യാരുടെ ആണ് അല്ലെ. അപ്പൊ 2D ആണ്. അപ്പൊ ഇതാണ് ആൻസർ ആയിട്ട് വരിക. എ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. പിന്നെ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സുഭാഷ് ചന്ദ്രൻ എന്നുള്ളത് പർദീസ നഷ്ടം എന്നുള്ളതും, കാളിദാസൻ എന്നുള്ളത് ഋതുസംഹാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു നെറ്റ്വർക്ക് ഹബിന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. ഡാറ്റ പാക്കറ്റുകൾ സ്വീകർത്താവിന് മാത്രം അയക്കുന്നു. ഹബിന് ഒരു ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പോർട്ടും ആണ് ഉള്ളത്. ശരിയായ പ്രസ്താവനയാണ് നമുക്ക് കാണേണ്ടത്. ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗം ഏത്? ആൻസർ ബി, ഫങ്ഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കുവാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക? വയർലെസ് റിപ്പീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം ഏത്? പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ മൗസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏത്? ഗൂഗിൾ ക്രോം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോക്സോ നിയമത്തിൽ ഏതു വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഡി, വിഭാഗം 14. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ആൻസർ സി, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, DV നിയമത്തിലെ ഏതു വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത്? ആൻസർ ബി, വിഭാഗം 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് നിയമപ്രകാരമാണ് NHRC സ്ഥാപിച്ചത്? ആൻസർ എ, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. നെക്സ്റ്റ്, നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കുവാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പരമാവധി ശിക്ഷ എന്താണ്? ആൻസർ ബി, ₹25,000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഡിലീറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളത്? എന്തൊക്കെയാണ്? വ്യക്തിയുടെ വിളിച്ചു വരുത്തി ഹാജരാകാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയും വക്കാലുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകുവാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക. രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ്. ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിന്റെ പകർപ്പുകളോ ആവശ്യപ്പെടുക. മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.